ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എന്തില്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം പാക്ക് ആക്കുന്നുള്ള യോക്ക് ഡ്രസ്സ് ഇടുന്ന കാണുമ്പോൾ നിങ്ങൾ ഇരിക്കും കാശ്മീരൊക്കെ പോകുന്നത് അങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തത് അതൊന്നുമല്ല. സാക്ഷാൽ നമ്മുടെ ഉപ്പൻ്റെ നാടായി ഉള്ളാളത്തേക്ക് പോകുന്നത്. ആടെ പിന്നെ ഇപ്പോൾ ഉറൂസല്ലേ, അങ്ങനെ ഫുള്ള് റെഡി ആയിട്ട് നമ്മൾ നേരെ കോട്ടിക്കുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ATM പൈസ എടുക്കാനുണ്ട്. എന്തെല്ലെങ്കിൽ എപ്പോൾ നമ്മളെ ഫോണിൽ ചതിക്കുന്നത് നമുക്ക് പറയാൻ കഴിയാമല്ലോ. അങ്ങനെ നമ്മൾ സേഫ്റ്റിക്ക് കയ്യിൽ പൈസ കൊടുത്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇവർ നമ്മളെ നേരത്തെ കൊണ്ടാക്കി എന്തെങ്കിലും ഇവർക്ക് വേറെ പോകാനുണ്ടായിന്. അങ്ങനെ നേരത്തെ എത്തിയത് കൊണ്ട് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആക്കിയിട്ടുണ്ട്. യോള് പിന്നെ എപ്പോഴും ഏടെ പോയെങ്കിലും ഉറങ്ങൽ തന്നെ പണി. ഇപ്പോൾ വരെ നിൽക്കുമ്പോൾ ഉറങ്ങും. പിന്നെ അടുത്തൊക്കെ എത്തിയിട്ടായിട്ട് എണിക്കും. അതിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവം ഒന്നും ഓക്കറിയില്ല. യോള് വീഡിയോ എടുക്കുന്നുണ്ട്, വലിയ ഷോ എല്ലാം ആക്കുന്നുണ്ട്. നമ്മൾ ഫാനില്ലാത്തടത്തിരുന്ന് അതിൻ്റെ ഇടയിൽ ഉമ്മ ബയ്യത്തുന്നുണ്ട്. ഈ കുപ്പായെല്ലാം ഇട്ട് കൊടുത്ത് ചൂടിനെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്ന് ഉമ്മന്തൊക്കെ നേരെ ടിക്കറ്റ് കൊടുത്തിട്ടായിട്ട് ഉമ്മാൻ്റെ ഫാമിലിയൊക്കെ ഉമ്മാൻ്റെ ഫ്രണ്ടൊക്കെ അവരെ കണ്ടിട്ടാകുമ്പോൾ നമ്മൾ ആൾക്കാർ കീഞ്ഞ് പാഞ്ഞ കണ്ടാ എടുത്തൊക്കെ എത്തിന്ന് നമ്മൾ ആൾക്കാർ പോയി. അങ്ങനെ ഞാൻ മുന്താക്കി ബാക്കിൽ തന്നെ പോയിപ്പാ നമ്മൾ പിന്നെ അതൊക്കെ നാടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് താഴ്ചെല്ലാം ചെയ്ത് അങ്ങനെ വെള്ളമെല്ലാം മേങ്ങി ഒരു കുപ്പി വെള്ളം മേങ്ങിട്ടാകുമ്പോൾ യോള് കിട്ടിയ പാടെ തന്നെ കുടിച്ച് കഴിഞ്ഞാൽ തീർത്ത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു ട്രെയിൻ വന്നിട്ടാകുമ്പോൾ യോറ് രണ്ടെണ്ണം എന്തറിയില്ല എന്ത് കളി കളിക്കുന്നറിയാം. ട്രെയിൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഈ സൂര്യപ്രകാശം കൊണ്ടിട്ടാകുമ്പോൾ യോള് ഒരു ഫോട്ടോ എടുക്കുക എറിഞ്ഞിട്ട് യോന് ഫോണിൽ തന്നെ കളിക്കല്, ഫ്രീ ഫയർ കളിക്കും. യോള് ബാഗ് പൊട്ടിക്കുന്നുണ്ട്, എന്തില്ലെങ്കിൽ പുതിയ ബാഗ് വേങ്ങാല. പിന്നെ ഈ മരം എന്തിൻ്റെ മരം ഒന്നും അറിയില്ല. അങ്ങനെ നമ്മളെ ട്രെയിനിൽ വന്ന് ട്രെയിനിൽ കയറി യോറൊക്കെ നിന്നിട്ട് ബിസി പറയും. യോള് ഉറങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഡ്രസ്സും മാറ്റിനാവും. അങ്ങനെ കുറച്ച് ബന്ധിട്ടാകുമ്പോൾ മുന്നാക്കി ഫോണെല്ലാം നോക്കി ഓളെ എണിപ്പിക്കാനെല്ലാം നോക്കി. ഫസ്റ്റ് എണിച്ചിട്ടാകുമ്പോൾ ശരിയൊന്നും ഉണ്ടായിട്ടോള് ഇങ്ങനെ വെള്ളമെല്ലാം കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് റായത്തെല്ലായി സെറ്റായി കുറച്ച് കളിക്കാനും ചിരിക്കാനെല്ലാം തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഓള് ഫോൺ തന്നെ നോക്കല്. എൻ്റെ ഷൂട്ടിട്ട് വലിയ പമ്പാക്കുന്നുണ്ട്. യോനിപ്പോൾ ഫ്രീ ഫയർ കളിച്ചിട്ട് കഴിഞ്ഞിട്ട് പായിന്ന് തോന്നുക. അങ്ങനെ മഞ്ചേശ്വരം സ്റ്റേഷൻ എത്തി യോള് ഓൻ്റെ മടിയിൽ ഇരുന്നിട്ടാകുമ്പോൾ യോന് ഫോൺ വെച്ചാൽ കോണം പിടിച്ച് ബാഗിന് വേണ്ടിയിട്ട് വേറെ ആളോട് തല്ലാക്കുന്നെല്ലാം ഉണ്ട്. നമ്മളെ ഉള്ള സ്റ്റേഷൻ എത്തിയിട്ടായിട്ട് നമുക്ക് കീഞ്ഞ് യോള് എന്ത് മോഡലെല്ലാം കീന്ന് എന്ത് ഇത് വീണെങ്കില. പിന്നെ നമ്മൾ നേരെ റിക്ഷയിൽ കയറി. ഇവിടുത്തെ റിക്ഷ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടാണ്. മൂന്നാൾക്ക് വരെ നേരെ ഇരിക്കാൻ കഴിയാത്ത റിക്ഷ. കുഞ്ഞാൻ്റെ അവിടെ പോകുന്ന ആപ്പാൻ്റെ അവിടെ പോകുന്ന കൺഫ്യൂഷനിൽ നമ്മൾ നേരെ കുഞ്ഞാൻ്റെ അടുത്തേക്ക് പോയി. യോൾ തന്നെ കുഞ്ഞിനെ പരപ്പര വിളിച്ചിട്ട് കൊണ്ടുപോകുന്നെല്ലാം ഉണ്ട്. യോർക്കറിയില്ല കഥ നമ്മ വന്ന കഥയൊന്നും. അങ്ങനെ കുഞ്ഞാൻ്റെ മോള് സർപ്രൈസ് ആയി പോയി ഇപ്പം കണ്ടിട്ടാൻ തന്നെ. പിന്നെ പിള്ളേരുള്ള പേരിൽ കണ്ട ഇങ്ങനെ സ്വിച്ച് ബോർഡിലേക്കെല്ലാം ഇടുക. അങ്ങനെ ശേഷം നമുക്ക് ജ്യൂസ് എല്ലാം ആക്കിയിട്ട് തന്ന് ജ്യൂസും കോഫിയെല്ലാം ഒന്നാകന്നെ തന്ന് നമ്മൾ അതെല്ലാം കുടിച്ച് പാർട്ട് 2 നാളെ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.